കൈ കഴുകാൻ വെള്ളം നൽകാത്തതിന് അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു. കൊല്ലം കടക്കലിലാണ് സംഭവം. കോട്ടിക്കൽ സ്വദേശിനി 67 വയസ്സുള്ള കുൽസും ബീവിയുടെ ഇടത് കൈയാണ് വിറക് കഷ്ണം കൊണ്ട് മകൻ അടിച്ചൊടിച്ചത്. സംഭവത്തിൽ മകൻ നിസാറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊഴിലുറപ്പ് ചെയ്താ സാറേ ഞാൻ ജീവിക്കുന്നത്. തൊഴിലുറപ്പ് ചെയ്താൽ ജീവിക്കുന്നത്. അവൻ അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല. ഈ വേല ചെയ്തത് അതെന്തൊരു വേലയാക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിച്ചു. അമ്മ മകന് ഭക്ഷണം നൽകി. ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് മാതാവിനെ ഇയാൾ അസഭ്യം പറഞ്ഞു. ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം നൽകിയില്ല എന്ന് പറഞ്ഞ് മുറിയിലെത്തി കട്ടിലിൽ ഇരുന്ന അമ്മയെ ഇയാൾ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നൽകി. വെള്ളം കോരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് തൊട്ടിയും വെള്ളവും വലിച്ചെറിയുകയും സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ ഇവരുടെ ഇടത് കൈ ഒടിഞ്ഞു. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ദാഹിച്ച വെള്ളം തന്നാ വേണ്ടില്ല എന്റെ മോലാ തിന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, വെച്ച് വെക്കുന്നത് വരപ്പുള്ള തിന്നുന്ന മലപ്പുറത്തെ പോയിച്ചൊക്കെ വരപ്പ ഞാൻ വെച്ച് വെക്കുന്നതാ തിന്നുന്നത്. ബാക്കി എടുത്താൽ തിന്നേ വെച്ചെടുത്താൽ എറിഞ്ഞ് മുറ്റത്തെറിഞ്ഞ് കറി ഇട്ടെറിഞ്ഞ് ചോറും ഇട്ടെറിഞ്ഞ് ഞാൻ നോമ്പ് മുറിച്ച് ഞാൻ ഞാൻ വിചാരിച്ചു എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോമ്പോട്ടും കൂടി ഇരുന്നില്ലയോ. അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ട് തീർന്നു. എൻ്റെ മരുമോള് എവിടെയുള്ള രണ്ടാമത്തെ അവൻ്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞാൽ മറ്റേ കൊച്ചു അറിഞ്ഞത്. അങ്ങടന്ന് വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറേ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ച് അപ്പുറത്തെ വീട്ടിൽ ഇരുന്ന നോമ്പ് മുറിക്കുന്നത്. അത് പച്ചവെള്ളം കൊണ്ട് തന്നാ കൊച്ചി, അടുത്ത വീട്ടിലെ കൊച്ചിന്. എന്നിട്ട് എൻ്റെയൊക്കെ ഇട്ട് തടവിൽ തന്നെനിക്ക് കയ്യിലും കാലിലും ഒക്കെ. ഓടിവാല്ലേ കൈ ഒടിഞ്ഞതല്ലേ? മാതാവിനെ മർദ്ദിച്ചതിനു പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും ഇയാൾ നശിപ്പിച്ചു. കുൽസും ബീവിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നിസാറുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.